എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? പറയാം. അല്ല, പോയിട്ട് എന്തെങ്കിലും ധൃതിയുണ്ടോ? എന്ത് ധൃതി? ഇനി അതാ ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് വേണ്ടി അതൊക്കെ മാറ്റി വയ്ക്കുന്ന നിനക്കറിയില്ലേ? ഹഗ്. എന്താ? അല്ല, നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഹഗ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ എങ്ങനെ പോന്നു ജീവിതമൊക്കെ? ജീവിതം അല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണല്ലോ നിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടിട്ടൊരു മാസമായില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ജോലി നന്നായിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ വർഷം ന്യൂസിലാൻഡിൽ പോകും, ജോലി റിലേറ്റഡ് ആയിട്ട്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഐ നോ. പിന്നെ എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങളൊക്കെ പറ. വിശേഷങ്ങൾ നമുക്ക് ആദ്യം ബീച്ചിൽ പോയാലോ? കുറേ ആയില്ലേ. ഇന്ന് തന്നെ പോകണോ? നമുക്ക് ഫ്ലാറ്റിൽ പോയി ഒന്ന് ചില്ലൊക്കെ ചെയ്ത് നാളെ മറ്റന്നാളെ പോയ പോരെ? നോ ഫ്രിഗിങ് വേ, ഇപ്പോൾ പോണം. എന്നാൽ ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വിശന്നിട്ട് കുടയിൽ കരിയുന്നു. എന്നാ ബാ. നോ ഫ്രിഗിങ് വേ. എന്തു പറയുന്നു നിന്റെ വീട്ടുകാരൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. പഴയ പോലെ കല്യാണ പ്രഷറൊക്കെ ഉണ്ടോ? അവരതൊക്കെ വിട്ടു. വീട്ടുകാർക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പ്രശ്നമൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, പഴയ തലമുറയല്ലേ. പക്ഷെ തമാശ അതല്ല, എനിക്കിപ്പോൾ സെറ്റിലായ കൊള്ളാമെന്നുണ്ട്. അതെന്താ നിനക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാം? അറിയില്ല, ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുന്ന പോലെ തള്ള വൈബായോണ്ടായിരിക്കും. അല്ല, നിനക്ക് സെറ്റിലാവാൻ പ്ലാനൊന്നുമില്ലേ? നിനക്ക് ഈ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടോ? എന്താ പറയുക, ആരോടൊരു അറ്റാച്ച്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു ജീവിതം. എടാ, നിനക്ക് ഈ ലൈഫ് മടുക്കുന്നില്ലേ? ഒരു പെർമനന്റ് കമ്പാനിയൻ ഇല്ലാണ്ട് ഒരു വൃത്തികെട്ട ലൈഫ് മടുപ്പ് തോന്നണില്ലേ? ഒറ്റയ്ക്കുള്ള ജീവിതം ബോറടിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഒരു കമ്പാനിയനുള്ള ലൈഫിന് എന്താ കുഴപ്പം? ചേട്ടാ, ബില്ല് ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം. അതുകൊണ്ടല്ല, എനിക്ക് ചേഞ്ച് വാങ്ങിക്കണം. എത്രയാ ചേട്ടാ? 380. എന്നാൽ ഞാൻ കാറിലുണ്ടാവും. ഓക്കെ. മനസ്സിലായി? എന്തു മനസ്സിലായി? അല്ല, എല്ലാം മനസ്സിലായി. നീ കാര്യം പറ. നിനക്ക് പുതിയൊരാളെ ഇഷ്ടമായി, അതല്ലേ നീ ലൈഫിൽ സെറ്റിൽ ആവണം, കല്യാണം, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രഷറിന്. സോ നെക്സ്റ്റ് എന്താ? ബ്രേക്കപ്പ് ആവുമല്ലേ? ഇതാണോ നീ ഇത്രയും നേരം കൊണ്ട് തലപൊകഞ്ഞ് ആലോചിച്ചേ? എന്നാ നീ ഒരു കാര്യം മനസ്സിലായിക്കോ, നിനക്കൊരു പുല്ലും മനസ്സിലായിട്ടില്ല. മതി മതി, കാര്യം കയ്യോടെ പൊക്കുമ്പോൾ സൗണ്ട് റേസ് ചെയ്ത് ജയിക്കാനാണെങ്കിൽ നീ ജയിച്ചോ, ഞാനൊന്നും പറയുന്നില്ല. വെയിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് എനിവൺ എക്സെപ്റ്റ് യു. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രഷർ മൊത്തം നിനക്ക് തരുവല്ല. എനിക്ക് ഈ ഒറ്റപ്പെട്ട ജീവിതം മടുത്തു. അത് അറിഞ്ഞോ അറിയാതെയോ നിനക്കൊരു ബേർഡൻ ആവുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പിന്നെ ലാസ്റ്റായിട്ടൊരു കാര്യം, ബ്രേക്കപ്പ് ആവാനും വേണ്ടി നമ്മളെപ്പോഴാണ് റിലേഷൻഷിപ്പിലായത്? നമ്മളിപ്പോ റിലേഷൻഷിപ്പിലല്ലായിരുന്നു. അതിന് നമ്മൾ എപ്പോഴാണ് ഒഫീഷ്യലി റിലേഷൻഷിപ്പ് ആയേ? ഓ, ഇനി ഗസറ്റഡ് ഓഫീസറുടെ സീലും സിഗ്നേച്ചറും വേണ്ടി വരുമായിരിക്കും. നിനക്കേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടി, നീ തന്നെ ഒന്ന് നോക്ക്. നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് വന്ന്, ഒരുമിച്ച് കിടക്കുന്നു, പാട്ട് പാടിത്തരുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. എടി, ഇതിൻ്റെയൊക്കെ അപ്പുറം എന്താ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കാൻ? അതിന് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, സിറ്റുവേഷൻഷിപ്പ് എന്നും പറയും. സിറ്റുവേഷൻഷിപ്പാ? അതെ. ഓ, നീ നെറ്റ്ഫ്ലിക്സിൽ കുറേ സിനിമയും സീരീസുകളും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. മനസ്സിലായില്ല. അല്ല, എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായിന്ന്? അല്ല, എനിക്കെല്ലാം മനസ്സിലായി എന്ന് മനസ്സിലായിക്കോ.
ഒരു ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നീ പറ. അല്ല, നീ ആദ്യം പറഞ്ഞു. പറ. എനിക്ക് എന്തായാലും ഒന്ന് രണ്ടിലൊന്നും അറിയണം. നീ ആദ്യം അധിക പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു തൊലക്കി. നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിന്നെ കാണാൻ വരുന്നത്. എനിക്ക് കേട്ടോ, ഐ വോണ്ട് ടു ഹാവ് എ ഫാമിലി. എനിക്ക് കല്യാണം കഴിക്കണം. നിനക്ക് സമ്മതമാണെങ്കിൽ ഈ വർഷം തന്നെ. ഇല്ല, അത് നിനക്കൊരു ബേർഡൻ ആണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാനോ? അതെ ദിവ്യ, നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം നിനക്ക്. ശ്രീ, എനിക്ക് നിൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് പറ്റില്ല. അല്ലെങ്കിലും സിറ്റുവേഷൻഷിപ്പിലുള്ള ഒരാളുടെ ഫീലിങ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. സോ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? അതെ, ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും വേണം. ഇനിയും ഇങ്ങനെ ലൈഫ് കളയാൻ പറ്റത്തില്ല. ശരി. എങ്കിൽ ഞാൻ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. തീരം നനവുകൾ പുൽകുന്നു, നീയോ എന്നിൽ മായുന്നു. ആരാരോ നീ നിറവാ. ശ്രീ, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഇതുപോലെ ഒരു ബീച്ചിൽ വെച്ചല്ലേ? ഓർമ്മയുണ്ടോ? അതെ. ടൈം ഫ്ലൈ സോ ഫാസ്റ്റ് അല്ലേ? ദിവ്യ, കല്യാണം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എടാ, എന്തിനാടാ? എനിക്കറിയാം നിനക്ക് മാരേജ് എന്ന കൺസെപ്റ്റിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. ഇപ്പോഴോ? അല്ല, ഇത് കഴിഞ്ഞ 1 മാസം നിന്നെ കാണാതിരുന്നപ്പോഴാ എനിക്ക് മനസ്സിലായത് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന്. ഐ ലവ് യു. ഐ ജെന്യുവിൻലി ലവ് യു. യു ആർ ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് എവർ ഹാപ്പൻഡ് ടു മീ. അല്ല, അപ്പം നീ റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോൾ പറഞ്ഞതൊക്കെയോ? അത് ചുമ്മാ എവിടെ വരെ പോകുന്ന അറിയാൻ എൻ്റെ ഒരു ചെറിയ നമ്പർ. പട്ടി. സോറി. ഐ ലവ് യു.